ഹരേ ഗുരുവായൂരപ്പ. ഇന്ന് നമുക്ക് ദ്രൗപദിയുടെ വിളി കേട്ട കണ്ണൻ്റെ കഥ കേൾക്കാം. ഒരു നിമിഷം പോലും വൈകാതെ രക്ഷകനായ ശ്രീകൃഷ്ണൻ ദ്രൗപദിയെ രക്ഷിച്ച കഥ. എല്ലാവരും കൈവിട്ടപ്പോൾ കണ്ണൻ മാത്രം കൈവിട്ടില്ല. ഹസ്തിനപുരിയിലെ രാജസഭ പാണ്ഡവർ ചതിയിൽ തോറ്റതിനെ തുടർന്ന് ദ്രൗപദിയെയും സഭയിലേക്ക് കൊണ്ടുവന്നു. അവൾ അതീവ ദുഃഖത്തിലായിരുന്നു. സഭയിൽ മഹാരഥന്മാരും രാജാക്കന്മാരും ഗുരുക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ആരും അവളെ രക്ഷിക്കാൻ മുൻപോട്ട് വന്നില്ല. ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രമഴിക്കാൻ ശ്രമിച്ചു. ദ്രൗപദി ആദ്യം സ്വന്തം ശക്തിയിൽ പ്രതിരോധിച്ചു. പിന്നെ ഭർത്താക്കന്മാരെ നോക്കി, അവരും നിസ്സഹായരായി. സഭയിലെ മുതിർന്നവരെ നോക്കി, അവിടെയും മൗനം. അവസാനം ദ്രൗപദി മനസ്സിലാക്കി, എനിക്ക് ഇനി മനുഷ്യരിൽ ആരെയും ആശ്രയിക്കാനാവില്ല. അവൾ 2 കൈകളും ഉയർത്തി കണ്ണുകൾ അടച്ചു. ഹൃദയം നിറഞ്ഞു വിളിച്ചു, കൃഷ്ണ ഗോവിന്ദ, എൻ്റെ രക്ഷകനെ, എന്നെ രക്ഷിക്കണമേ. ആ നിമിഷം മുതൽ അവൾ തൻ്റെ വസ്ത്രം പിടിച്ചു നിർത്താൻ ശ്രമിച്ചില്ല. പൂർണ്ണമായി കണ്ണനിൽ ശരണം പ്രാപിച്ചു. ദുശാസനൻ വസ്ത്രം വലിക്കാൻ തുടങ്ങി. പക്ഷേ വസ്ത്രം തീരുന്നില്ല. ഒന്ന് വലിച്ചാൽ മറ്റൊന്ന്, വീണ്ടും വലിച്ചു, വീണ്ടും വസ്ത്രം. അങ്ങനെ ദുശാസനൻ ക്ഷീണിച്ചു. സഭ മുഴുവൻ അത്ഭുതത്തോടെ നോക്കി. ദ്രൗപദിയുടെ മാനത്തെ സംരക്ഷിക്കാൻ കണ്ണന്റെ കൃപ അനന്തമായ വസ്ത്രമായി മാറി. അവസാനം ദുശാസനൻ തളർന്നു വീണു. ദ്രൗപദി കണ്ണുനീരോടെ കണ്ണനെ സ്മരിച്ചു. അവൾക്ക് മനസ്സിലായി, എല്ലാവരും എന്നെ കൈവിട്ടപ്പോഴും എൻ്റെ കണ്ണൻ എന്നെ കൈവിട്ടില്ല. ദ്രൗപദി ആദ്യം എല്ലാവരെയും ആശ്രയിച്ചു. പക്ഷേ അവസാനം അവൾ പൂർണ്ണ ശരണാഗതി സ്വീകരിച്ചപ്പോൾ കണ്ണൻ്റെ കൃപ അനുഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും ചില നിമിഷങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാം. ആരും സഹായിക്കാനില്ലെന്ന് തോന്നാം. അപ്പോൾ ഓർക്കുക, എന്നെ ആരും കേൾക്കുന്നില്ല എന്ന് തോന്നിയാലും കണ്ണൻ കേൾക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരിക്കൽ വിളിച്ചാൽ മതി, കണ്ണാ. ആ വിളിയിൽ തന്നെ ഭക്തിയുണ്ട്. ആ ശരണാഗതിയിൽ തന്നെ ശക്തിയുണ്ട്. ഇന്ന് നമുക്കും കണ്ണനോട് പറയാം, എൻ്റെ കണ്ണാ, എനിക്ക് എല്ലാവരെയും ആശ്രയിക്കേണ്ടി വന്നാലും എൻ്റെ അവസാന ആശ്രയം നീയാകണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ കൈവിടാതെ കൂടെ ഉണ്ടാകണമേ. ദ്രൗപദിയുടെ വിളികേട്ട കണ്ണൻ എല്ലാവരും കൈവിട്ടപ്പോൾ രക്ഷകനായിട്ട് വന്ന ശ്രീകൃഷ്ണൻ കൃഷ്ണ എന്ന് വിളിച്ച് രക്ഷിച്ചു. അങ്ങനെയുള്ള കൃഷ്ണൻ നമ്മളെ എല്ലാവരുടെയും കൂടെ എപ്പോഴും രക്ഷകനായിട്ട് ഉണ്ടാവട്ടെ. ശ്രീഹരേ നമഃ.